കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള ഹീനമായ സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. വ്യാഴാഴ്ച രാത്രി അർജുന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജുന്റെ കുടുംബത്തിന് നേരെയുണ്ടായ സൈബർ ആക്രമണം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമാക്കിയ മന്ത്രി മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരം നടപടിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. എഡിറ്റ് ചെയ്ത് പ്രചരിക്കുന്ന ദൃശ്യത്തിന്റെ വിവരങ്ങൾ അർജുന്റെ ബന്ധുക്കൾ മന്ത്രിയെ നേരിൽ ധരിപ്പിച്ചു. ഷിരൂരിൽ നടക്കുന്ന തിരച്ചിൽ ലക്ഷ്യം കാണും വരെ തുടരണമെന്നും ആ നിലയ്ക്കാണ് സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിനെത്തിയ രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും അർജുന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും അർജുന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും സൈബർ ആക്രമണം നടത്തുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അക്കൗണ്ടുകൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവികളോട് യുവജന കമ്മീഷൻ ആവശ്യപ്പെട്ടു. അത് എല്ലാ നിലയിലുമുള്ള ഏകോപനവും ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. ഇപ്പോൾ ഓരോ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരവും അങ്ങനെ ആ നിലയിൽ തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് ഇടപെട്ട് വരുന്നു. ആർമിയും നേവിയും എല്ലാം ആ നിലയിലുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തി ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാകുമെന്നുള്ളത് തന്നെയാണ് പൊതുവെ കരുതുന്നത്. അത് വളരെ ഗൗരവമാണ്. കുടുംബത്തിനെതിരെ ഇപ്പോൾ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവരും ആ പ്രയാസം പറഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരം പ്രവർത്തനം നടത്തുന്നവരെ കർക്കശമായി നേരിടേണ്ട നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തോടു കൂടി ആ സൈബർ അറ്റാക്കിനെ കാണുകയാണ്. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നേരെ ഈ നിലയിലേക്ക് ഉള്ള ഒരു ചെയ്തിക്ക് തയ്യാറാകുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യും.